രണ്ട് ശബ്ദം, അദ്ദേഹത്തിന്റെ പഴയകാല ശബ്ദം, പുതിയ ശബ്ദം ശ്രദ്ധിക്കുക. നേരത്തെ പ്രകൃതിയല്ല, ഇത് ജനാർദ്ദൻ ചേട്ടന്റെ രണ്ടുപേരും. അദ്ദേഹത്തിന്റെ ആ പഴയകാല ശബ്ദം. ബിഷപ്പ് തോമസ്, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് അവന് പോലെ നഷ്ടമായത്. ഇനി ഒന്നും നോക്കട്ടെ, അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്കണം, ഓർമ്മയിരിക്കട്ടെ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മോഡുലേഷൻ മാറ്റം. എടാ എന്തോ തല്ലി ഒടുക്കണ അവന്റെ കാല്. എന്റെ കാലല്ല, അവന്റെ കാല. എന്താ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിനീഷ്. താങ്ക് യു പ്രിയ ക്ലാസ് വന്നേരം. അപ്പോൾ ബിനീഷ് രണ്ട് ശബ്ദം എടുത്തപ്പോൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് ശബ്ദം അനുകരിക്കാം. നിങ്ങളൊക്കെ കാണുമ്പോൾ ഈ ചിരി എന്നെ മനസ്സിൽ വരുന്നത് കുതിരവട്ടം പപ്പുവിൻ്റെ സൗണ്ടായിട്ട് എടുക്കുക. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ചിരിച്ചോളെന്ന് വിചാരിക്കുക. എൻ്റെ അമ്മയമ്മ ഇരുന്ന് പെരിഞ്ചിരി അതാ കുമ്പിട്ട് ചിരിക്കുക തന്നെ. അത് ഇവിടെ കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ശ്രീ കുതിരവട്ടം പപ്പു ഏയോട്ടോ എന്ന് പറയുന്ന ഫിലിമിൽ അദ്ദേഹത്തിന് പടച്ചോൻ്റെ ബാഗ് കിട്ടുക കുതിരവട്ടം പപ്പുവിന്. അതൊക്കെ തട്ടിപ്പറിച്ച് ഫ്രണ്ട്സ് തിരിച്ചു വാങ്ങി കൊടുക്കാൻ നേരത്തെ അദ്ദേഹം പറയുന്നൊരു ഡയലോഗാണ്. ശ്രദ്ധിക്കുക. ശ്രീ കുതിരവട്ടം പപ്പു: വീട് കിട്ടിയ പൈസ അങ്ങക്ക് എല്ലാവർക്കും പങ്കിട്ട് തരാമെന്ന് എന്നെ വേണം ചെരുപ്പെടുത്തടിക്കാൻ. നമുക്ക് ഇനി പൈസ അങ്ങനെ വീട് കിട്ടുട്ടോ. പെങ്ങളി പറ്റിച്ച് ദുബായി പോയി ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ കള്ളക്കടത്ത് നടത്തി അവർ നറുപിനും പറ്റിച്ച് സ്വർണ്ണ ബിസ്കറ്റ് കത്തിലിട്ട് ഒരു വരം വേണ്ടിട്ടോ. പെങ്ങളെ ഗതി എന്താ ഇവിടെ ഓട്ടോറിക്ഷ കടന്ന് ഓടിച്ച് അതിൻ്റെ ക്ലച്ചും പോയി ബ്രേക്കും പോയി ശയം പൊടിച്ച് പിച്ചക്കാരമായി ചികിത്സിക്കാൻ പൈസ ഇല്ലാക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മെരിറ്റിക്കുക ഒരു ബിസ്ക്കറ്റ്. അപ്പം നമ്മളൊക്കെ എല്ലാവർക്കും ബിസ്ക്കറ്റ് കേട്ടോ. ഏത് ബിസ്ക്കറ്റ് അറിയോ? പട്ടിക്ക് കൊടുക്കും ബിസ്ക്കറ്റ്. കൈ പിടിച്ചു അടിക്കലടാ. താങ്ക് യു. നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ സുഭാഷ് ഒന്ന് ചെയ്യും. അടുത്ത് ഏതെങ്കിലും ഒരു മിമിക്രി അനുകൃത കലാകാരൻ കൂടിയ സുഭാഷ് ഏതാ? സുഭാഷ് ഏതാ ചെയ്യാൻ പോകുന്നു? സുഭാഷ് മാമുകോയ, കോഴിക്കോടിൻ്റെ മറ്റൊരു മാമുകോ. കള്ള നായിച്ചോനെ, ഒരു കല്യാണം രണ്ട് കല്യാണം ഉത്സവനെ പോകാൻ പറ്റുള്ളൂ. ഈ മക്കളൊക്കെ ഒരുപാട് പാട്ട് പാടി. അപ്പം എനിക്കൊരു പാട്ട് പാടണം. അത് കൈയെടുക്കണം മക്കളെ. ഓക്കെ, എന്നാ നമ്മൾ പാടുകയാണ്. കാട് കറുത്തേ കാട് മത്സനാദം പറന്ന അല്ലോ കാട് കറുത്തേ കാട് മത്സനാദം പറന്ന നാട് തത്തമ്മ 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 തത്തമ്മ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു സുഭാഷ്. താങ്ക് യു പ്രിയ സുഹൃത്തുക്കൾ. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറെ ഒരു പ്രസംഗ മോഡുലേഷൻ. അത് രാഷ്ട്രീയ ബേസോ ചിന്തകളൊന്നും വേണ്ട, അതൊരു ക്ലാരിറ്റി കിട്ടാൻ ഒരു പ്രസംഗ മോഡുലേഷൻ അദ്ദേഹത്തിൻ്റെ. വഖഫ് ബോർഡിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ പാമ്പൻ്റെ അച്ഛനെ പറഞ്ഞതല്ല ഉണ്ടായത്? അദ്ദേഹം എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ചെത്തുകാരൻ്റെ മാരാണെന്ന് കേട്ട എനിക്കെന്തോ ആയിക്കളിയും എന്നാണോ ധാരണ? ബ്രിഡ കോളേജിലെ പഠന സമയത്ത് നിങ്ങളുടെ കയ്യിലെ ഊരിപ്പിടിച്ച കത്തിക്കും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വടിവാളുകളെ നടുക്കും കൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്നൊന്നും ചെയ്ത് കളിയാൻ പറ്റാത്ത കൂട്ടര് ഇപ്പോൾ എന്ത് ചെയ്ത് കളിയാൻ? താങ്ക് യു. അടുത്ത് ശ്രീ നമ്മുടെ പിണറായി സാറെ ചെയ്യുമ്പോൾ അതോടൊപ്പം ഒന്നാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം ഇന്നും മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ നിന്നും കുടികൊള്ളുന്നൊരു നേതാവ് കൂടി നമ്മുടെ ഒപ്പമില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊരു ശബ്ദ വേരിയേഷൻ ശ്രീ ഉമ്മൻചാണ്ടി. പ്രിയമുള്ളവരെ, നമുക്ക് എന്തെല്ലാം അധികാരം ഉണ്ടായിട്ടും ജനങ്ങൾ വെറുത്താൽ പിന്നെ വല്ല പ്രയോജനമുണ്ടോ? ഇനി നമുക്ക് ഒരധികാരമില്ലെങ്കിലും ജനങ്ങളെ സ്നേഹിക്കുകയും പ്രവർത്തകരെ കരുതുകയും ചെയ്ത വല്ല കുറവുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മേഖലയിൽ സജീവമാകാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വർഗം. താങ്ക് യു. അടുത്ത് ചെയ്യാൻ പോകുന്ന നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ മോഡുലേഷൻ. ശ്രീ വി എസ് അച്യുതാനന്ദൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരമുണ്ട് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ച ആളായിരുന്നില്ലേ. എന്നാൽ എം എൻ ഗോയൻ നായരുടെ നവോദയത്തിലുള്ള CPIയുടെ ഓഫീസിന്റെ മുറിയിൽ രോഗബാധിതരായി കിടന്ന മുകുന്ദൻ സാറിനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ രോഗബാധിതരായി കിടന്ന അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയത് സഖാക്കളായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊന്നും
സഖാക്കളെ പ്രയാസപ്പെടുത്താൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ 42ാമത്തെ വയസ്സിൽ വിവാഹിതനായി. ഇപ്പോ 2 കുട്ടികൾ അച്ഛനാണ്, 4 കുട്ടികളുടെ മൂത്തച്ഛനാണ്. താങ്ക് യു. സുഭാഷ് അടുത്ത തൃപ്പണിത്തുറ. തൃപ്പൂണിത്തുറ. ജീവ ജീവ മംഗലശ്ശേരി തറവാട് പറഞ്ഞ എല്ലാവരും അറിയും. പ്രത്യേക സ്ഥലവും പിന്നെ കുതിര കൈത വരട്ടെ. ജീവ ജീവ. താങ്ക് യു സുഭാഷ്. അപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ അധികാരം കേട്ടിട്ടുണ്ടറിയാം, എം വി ഗോവിന്ദ മാഷ്. അദ്ദേഹം ആരും വല്ലാതെ അടുത്തായിട്ട് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൈക്കിൻ്റെ ഇഷ്യൂസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എം വി ഗോവിന്ദ മാഷ്. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദത്തിൽ മൈക്കിൻ്റെ അടുത്ത് പറയുന്ന ചെങ്ങയെ പറയുന്നത്, ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പ് പ്രസംഗിക്കുന്ന ഒരാളോട് വിശദീകരിക്കും പോലെയാണ്. ഇതെല്ലാം കുറച്ച് സാധനം ഉണ്ടെന്ന് കൈകാര്യം ചെയ്യാറില്ല. മൈക്ക് ചെറുതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ഉപകരണമാണ്. കുറേ ഉപകരണം മാറി പഠിച്ചു കൊടുക്കുന്നില്ല. ആളുകൾക്ക് സംവേദിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ മൈക്ക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാറാണ്. ഞാൻ കേൾക്കുന്ന സൗണ്ടിൽ ഒറ്റയടിക്കുന്ന മൈക്ക് മുമ്പ് പറഞ്ഞോളാം. ചില ആളുകളുണ്ട് എങ്ങനെ യോഗം പൊളിക്കാന്ന് കരുതി നടക്കുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ എം പി ഉണ്ട്, സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഒരു ഇത് ഗോവിന്ദ. നിങ്ങൾ പിടിക്കുന്ന എല്ലാവരും പിടിക്കുന്ന ഗോവിന്ദ. ഞാൻ ഒന്നും പറഞ്ഞെന്ന് വെച്ചാ. താങ്ക് യു. പ്രിയമുള്ളവര്, സുഭാഷ് നെക്സ്റ്റ് അടുത്ത് ഏതാ ചെയ്യാം? ഇന്നസെന്റ്. ഹലോ. രാഘവോ രാജപ്പോ, നീ ഒളിച്ചു നിന്നാണോ രാഘമാപ്പ എന്റെ അടിക്കണേ? എന്റെ അമ്മേ. താങ്ക് യു. അടുത്ത് നമ്മുടെ ശ്രീ കോമഡിക്ക് ഒരു പുതുമ നൽകിയ ഒരു കലാകാരനാണ് ശ്രീ സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം. ഹായ്, എന്താ പരിപാടി? എല്ലാ പേരുകളും പച്ചയും, തള്ളവരെ ചെറുവിൽ, ചൂണ്ടുവരെ ചൂണ്ടാത്തവരിൽ, മുച്ചാണ്ടുവരെ നടുവരിൽ എല്ലാം പച്ചയ്ക്കും വിടുകേണ്ട പരിപാടിയാണല്ലോ. ഏത് വരില്ല എപ്പോഴാ തെറിച്ചുവിടുന്ന പറയാൻ പറ്റില്ലല്ലോ. താങ്ക് യു. താങ്ക് യു. ശരിക്കും സുഭാഷ് നെക്സ്റ്റ്. അടുത്ത് വീണ്ടും സുഭാഷ് നിങ്ങളുടെ മുമ്പിലേക്ക്. ശ്രീനിവാസൻ. ഹലോ. കുണക്കിട്ട കോയി കൂളക്കോയി മാഞ്ചെരുവിലെ വൈട്ടാത്തി നീ കേട്ടോ. അച്ഛൻ ഇതിലേ വന്നപ്പോൾ ഞാൻ അതിലേ പോയി, അച്ഛൻ ഇതിലേ വന്നപ്പോൾ ഞാൻ ഇതിലേ പോയി. കോഴി ഓടിച്ച് മുട്ടയെടുക്കുന്നു, നീ എന്നെ അവിടെ നിർത്തി. അച്ഛൻ ഒളിച്ചു എടുത്തില്ലേ? ഭർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ഭാര്യ പാടില്ല ശ്യാമളെ. സുഭാഷ് എടുത്ത് പിന്നെ നമ്മളെ ഈ കോമഡി എന്ന് പറയുന്ന കോമഡി സാമ്രാട്ട് ശ്രീ ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ. മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഫിലിമിൽ അദ്ദേഹം അടി കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സീനാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ശ്രീ ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തെ ചെയ്യുമ്പോൾ ആദ്യം ഫേസിലേക്ക് നോക്കുക. അങ്ങനെ എന്താ ഫേസ് ഇങ്ങനെ പോകണം. ആരുവാടേ ഞങ്ങൾ തമ്മിൽ അടിപിടിയില്ല, ഓൺലി ഫയർ. അവൻ തോക്കെടുത്തന്നെ വെടിവെച്ചലക്സേ ഞാൻ ബദിരിയാടി. അവിടെയാണ് യഥാർത്ഥ അടി നടന്നത്. ബദിരിയാടിയെ ചെന്ന് വീണത് കുളിച്ചുകൊണ്ടിരുന്നത് തമിഴത്തിയുടെ ദേഹത്താണ്. അവളുടെ ഭർത്താവ് ഏഴിമല. അവനൊരു 9 മലയുടെ വണ്ണം കാണും. അടിയോടടി. ആ അടി കൊണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലും അത് രാജപ്പൻ്റെ വെടികൊണ്ട് ചാവുന്നതായിരുന്നു. 7 മല സ്നേഹമുള്ളവരാ കേട്ടോ. ഇടി കൊണ്ട് ഞാൻ ഊർജ്ജശ്വാസം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ തന്നെ ചുരുട്ടിക്കൂട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു. ഏതായാലും കാൽക്കാക്ക ശവക്കാക്കയായി. താങ്ക് യു പ്രിയമുള്ളവര്. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ശബ്ദം കൂടെ നമ്മൾ സുഭാഷ്. തിലകൻ സാറ് ശബ്ദമാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അച്ഛൻ്റെ കല്യാണം, അമ്മയുടെ അടിയന്തരം, എന്താഘോഷമാനായിക്കോട്ടെ. കലണ്ടർ മനോഹരന്റെ അമ്മൂമ്മയുടെ കലണ്ടർ തന്നെ. താങ്ക് യു സുഭാഷ്. പ്രിയ കലാസ്വാദനം. അപ്പോൾ മിമിക്രിക്ക് ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റോപ്പാണ്. അടുത്ത വീണ്ടും ഫാസ്റ്റ് ബേസ് സോങ്ങുമായി നമ്മുടെ ആഘോഷ വേദിയിൽ.